So good evening. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ക്ലാസ് 6-ലെ പൊളിറ്റി ആയിരുന്നു. ഓക്കെ, സോ പൊളിറ്റിന്ന് നമ്മൾ മേജറായിട്ട് ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ചാപ്റ്റർ 1 and 2. ഇത് രണ്ടും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, ഇതിൽ നമ്മൾ ഒരു സൊസൈറ്റിയെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. സോ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ഒരു സൊസൈറ്റി ഉണ്ട്, ആ സൊസൈറ്റിയെ റൂള് ചെയ്യുന്ന ഗവൺമെന്റ് ഏത് ടൈപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റി ഏത് ടൈപ്പാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അക്കോർഡിംഗ് ടു ദിസ് സൊസൈറ്റി ദ ഗവൺമെന്റ് ഫോംഡ് വിൽ ബി ലൈക്ക് ഡിഫറെന്റ്. ഓക്കെ, സോ ഇതിലെ ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് ദേ പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. There are like different historical events that led to formation of the government in a society. ഇപ്പൊ നമ്മൾ ലോകത്തുള്ള ഏതൊരു രാജ്യത്തിനെ എടുത്തു നോക്കി കഴിഞ്ഞാലും അവിടെ ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് പ്ലേ ദ മോസ്റ്റ് ക്രൂഷ്യൽ ഫാക്ടർ ഓർ ദ ഡിസൈഡിങ് ഫാക്ടർ റിഗാർഡിംഗ് ദ നേച്ചർ ഓഫ് ദ ഗവൺമെന്റ് എക്സിസ്റ്റിംഗ് ഇൻ ദാറ്റ് സൊസൈറ്റി. ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് നിലനിൽക്കുന്ന ഗവൺമെന്റ് അത് ഏത് തരത്തിലുള്ളതാണ്, ഈ ഗവൺമെന്റിന്റെ സ്വഭാവം എന്താണ് എന്നത് ഡിസൈഡ് ചെയ്യുന്നത് ആ രാജ്യത്തിന്റെ ഹിസ്റ്ററിയാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. നമുക്കൊരു പാർലമെന്റ് ഉണ്ട് ലോ മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഈ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി അഡോപ്റ്റഡ് ദിസ് ഫ്രം ബ്രിട്ടൻ. ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ ഇത് അഡോപ്റ്റ് ചെയ്തത്. സോ വൈ ബ്രിട്ടൻ? എന്തുകൊണ്ട് നമ്മൾ ബ്രിട്ടനിൽ നിന്ന് ഈ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ റീസൺ ഇസ് ദാറ്റ് വി വർ അണ്ടർ ദി റൂൾ ഓഫ് ദി ബ്രിട്ടീഷ്. അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് റൂളിന്റെ അണ്ടറിലായിരുന്നു. ദാറ്റ് വാസ് എ കൊളോണിയൽ റൂൾ. ഇത്തരത്തിലുള്ള ഒരു കൊളോണിയൽ റൂൾ ആയിരുന്നു എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് സംഭവിച്ചത്, നമ്മൾ ഇത്തരത്തില് ബ്രിട്ടനിൽ നിന്നുള്ള പാർലമെന്ററി സിസ്റ്റം എടുക്കുകയുണ്ടായത്. ഓക്കെ, സോ ഈ ഒരു കാര്യം ഇതിന്റെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ദ നേച്ചർ ഓഫ് ദ ഗവൺമെന്റ്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കിടക്കുകയാണ്. ഈ യൂണിറ്റിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് റിഗാർഡിംഗ് ഗവൺമെന്റ്. ഓക്കെ, ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കുന്നത്. അപ്പൊ ഒരു ഗവൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഗവേണിംഗ് ബോഡി. ബേസിക്കലി ഇറ്റ് ഈസ് ദി ഗവേണിംഗ് ബോഡി ഓഫ് എ റീജിയൻ, ഓഫ് എ സ്റ്റേറ്റ്, ഓഫ് എ നേഷൻ. Okay, it may be anything. So basically it is a governing body which function according to the fundamental law of the land. Fundamental law of the land. Law of the land. So ഇന്ത്യയുടെ കേസിൽ ഈ ഒരു ഫണ്ടമെന്റൽ ലോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ കേസിലല്ല, മോസ്റ്റ് ഓഫ് ദ കൺട്രീസിന്റെ കേസിൽ ഈ ഫണ്ടമെന്റൽ ലോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അതിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. So it is the fundamental law of the land. ഒരു രാജ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നിയമ സംഹിതകൾ അല്ലെങ്കിൽ ആ ഒരു നിയമത്തിന്റെ ചട്ടക്കൂടിനെ നമ്മൾ പറയുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ബേസിക്കലി ദിസ് ഈസ് വാട്ട് ദ ഗവൺമെന്റ്. ഇനി നമ്മൾ ഈ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ നമ്മൾ ലൈക്ക് ഇന്നലെ ഡൈവേഴ്സിറ്റിയുടെ ഡിഫറെന്റ് ഡയമെൻഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ലൈക്ക് ഹൗ ഇൻ ദ സൊസൈറ്റി where the diversity is existing, how different the sections of the society is interacting. ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലെ ഡിഫറെന്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത് അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേ സെയിം ഫോർമാറ്റിൽ ഇനി നമ്മൾ ഗവൺമെന്റിനെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് ഗവൺമെന്റ്. ഓക്കെ, ടൈപ്സ് ഓഫ് ഗവൺമെന്റ് എന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കണം. രണ്ടാമത്തത് നേച്ചർ ഓഫ് ദി ഗവൺമെന്റ്. ഓക്കെ, നേച്ചർ ഓഫ് ദ ഗവൺമെന്റ് വരുന്നുണ്ട്. ദെൻ അടുത്തത് ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ്. ഓർഗൻസ് ഓഫ് ദി ഗവൺമെന്റ്. ദെൻ സ്ട്രക്ചർ ഓഫ് ദി ഗവൺമെന്റ്. സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ്. ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ അതിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടതാണ് ടൈപ്സ് ഓഫ് ഗവൺമെന്റ്. ഏതൊക്കെ ടൈപ്പ് ഗവൺമെന്റ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗവൺമെന്റ്സ് ആർ ദെയർ. ഫോർ എക്സാമ്പിൾ ലൈക്ക് നമ്മൾ പാകിസ്ഥാൻ നോക്കുകയാണ് അല്ലെങ്കിൽ ലൈക്ക് മ്യാൻമാർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ടു സം എക്സ്റ്റെന്റ് ലൈക്ക് മിലിറ്ററി റൂൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ദേ ആർ ദി ലൈക്ക് റൂൾ മേക്കിംഗ് ഓർ ദി ടോപ്പ് മോസ്റ്റ് ഫോഴ്സ് ഇൻ സച്ച് കൺട്രീസ്.
Okay, even though Pakistan is a democratic country, most of the decisions are taken by the military itself. So military is playing like a very significant role. In the same way, like Myanmar also. And like കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മ്യാൻമർ അതുപോലെ തന്നെ പാകിസ്ഥാനൊക്കെ ഒരു കംപ്ലീറ്റ്ലി മിലിറ്ററി റൂൾ എന്ന രൂപത്തിലേക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ആ ഒരു കണ്ടീഷൻ ആ ഒരു സ്റ്റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ഇത്തരത്തിൽ മിലിറ്ററി റൂൾ വരുന്നതുണ്ട്. Then like there are countries like India and USA where there is democratic rulers there, democratic government or democratic rulers there. Okay, then there are countries like UAE, Saudi. അവിടെയൊക്കെ എന്താണുള്ളത്? There is a king. Okay, there is a king. But they still follows this hereditary form or like kingship. So kingship model of or type of government is there. Then again, ഈ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ തന്നെ ഇന്ത്യയുടെയും അതുപോലെ തന്നെ US-ന്റെയും കേസാണ് നമ്മൾ എടുത്തത്. സോ അവിടെ രണ്ട് കേസ് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയുടെ കേസിൽ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. നമുക്കൊരു പാർലമെന്റ് ഉണ്ട്. ആ പാർലമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? നിയമനിർമ്മാണങ്ങളും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത്. നമ്മൾ MP-മാരെയാണ് എലക്ട് ചെയ്യുന്നത്. ഈ MP-മാർ കൂടി ചേർന്നിട്ടാണ് പ്രൈം മിനിസ്റ്റർ എലക്ട് ചെയ്യുന്നത്. ആൻഡ് പ്രൈം മിനിസ്റ്റർ ഇസ് ദി ഹെഡ് ഓഫ് ദി ഗവൺമെന്റ്. പക്ഷെ നമ്മൾ US-ന്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. ഓക്കെ, പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. സോ പ്രസിഡന്റ് ഇസ് ലൈക്ക് ഡയറക്ട്ലി എലക്റ്റഡ്. ഓക്കെ, ഡയറക്ട്ലി എലക്റ്റഡ് ഇൻ ദ സെൻസ് പ്രസിഡന്റിന് വേണ്ടിയിട്ട് അവർ വോട്ട് ചെയ്യുന്നത് എന്നുള്ളതല്ല, പ്രസിഡന്റിന്റെ കാൻഡിഡേറ്റ്സിന് അവരെന്ത് ചെയ്യുന്നുണ്ട്? വോട്ട് ചെയ്യുന്നുണ്ട്. ടോട്ടൽ 50 സ്റ്റേറ്റ്സ് ഉണ്ട്. ഈ 50 സ്റ്റേറ്റ്സിൽ ലൈക്ക് ഓരോ സ്റ്റേറ്റിനും ഈക്വൽ സീറ്റ്സ് അല്ലെങ്കിൽ ഈക്വൽ വോട്ടിംഗ് റൈറ്റ് ആണ് വരുന്നത്. സോ അക്കോർഡിംഗ്ലി ബേസ്ഡ് അപ്പോൺ ദ നമ്പർ ഓഫ് ദി സീറ്റ്സ് they will get elected. So ഈ രൂപത്തിലുള്ള ഒരു പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. So that is a very different thing. Okay, so within this democracy there are like different things. അപ്പോൾ ഇത്തരത്തില് ഡിഫറെന്റ് ആയിട്ടുള്ള റൂൾ സിസ്റ്റം കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഫ്രാൻസിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഉള്ളത് സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റം ആണ്. സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റം. അപ്പൊ ഇന്ത്യയുടെ കേസിൽ നോക്കുന്ന സമയത്ത് മോസ്റ്റ് സ്ട്രോങ് ആയിട്ടുള്ളത് പ്രൈം മിനിസ്റ്റർ ആണ്. പ്രസിഡന്റിന് അത്ര വലിയ റോളൊന്നുമില്ല. ഇനി US-ന്റെ കേസിലേക്ക് വരുമ്പം അവിടെ പ്രൈം മിനിസ്റ്റർ അല്ല, പ്രസിഡന്റ് മാത്രമേ വരുന്നുള്ളൂ. നേരെ മറിച്ച് ഫ്രാൻസിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർക്കും അതുപോലെ തന്നെ പ്രസിഡന്റിനും രണ്ടുപേർക്കും പവർ ഉണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള പവേഴ്സ് കൊടുക്കുന്നുണ്ട്. സോ അതിനാണ് നമ്മൾ സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗവൺമെന്റ് ആണ്. ഇനി നേച്ചർ ഓഫ് ഗവൺമെന്റ് വരുന്നുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദി ഗവൺമെന്റ്? ഒരു ഗവൺമെന്റിന്റെ സ്വഭാവം എങ്ങനെയാണ്? ചില സമയത്ത് നമ്മൾ പറയാറുണ്ട് ലൈക്ക് ഏതെങ്കിലും ഒരു പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ലൈക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ റൂള് അത് പ്രോ ഗവൺമെന്റ് ലൈക്ക് ഒരു പ്രോ പുവർ ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് സാധാരണ ജനങ്ങളോട് പ്രോ പുവർ ആയിട്ട് നിൽക്കുന്നതാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ചില ഭരണാധികാരികൾ നമ്മൾ എന്ത് പറയാറുണ്ട്? അവർ റൂള് ചെയ്യുന്നത് ലൈക്ക് ഫോർ ദ കോർപ്പറേറ്റ്സിന് വേണ്ടിയിട്ടാണ് അവർ റൂള് ചെയ്യുന്നത്. അത്തരത്തിലും നമ്മൾ പറയാറുണ്ട്. സോ ഓൺ വാട്ട് ബേസിസ് വി ആർ സെയിങ് ദിസ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്? അപ്പൊ അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നേച്ചർ ഓഫ് ദി ഗവൺമെന്റ് എന്ന് പറയുന്നത്, ഓക്കെ, ജസ്റ്റ് നേച്ചർ ഓഫ് ദി ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ ദ ഗവൺമെന്റ് ഈസ് ഫംഗ്ഷനിങ്. അതിൽ ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഡെമോക്രാറ്റിക്. ഈ ഒരു കൺസെപ്റ്റ് ആണ് ഫസ്റ്റ് വരുന്നത്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരണം നടത്തുന്ന ജനങ്ങളോട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ്, അതിനാണ് നമ്മൾ ഡെമോക്രാറ്റിക് എന്നത്. ഇൻ ദ ട്രൂ സെൻസ് വി സേസ് ഇറ്റ് ഡെമോക്രാറ്റിക്. അടുത്തത് ഓട്ടോക്രാറ്റിക് റൂൾ വരുന്നുണ്ട്. ഓട്ടോക്രാറ്റിക്. സോ ഓട്ടോക്രസി അല്ലെങ്കിൽ ഓട്ടോക്രാറ്റിക് എന്ന് പറയുന്ന സമയത്ത് ഹിയർ ഇറ്റ് ഈസ് ലൈക്ക് ഓട്ടോ, ഒരു സിംഗിൾ പേഴ്സൺ ആണുള്ളത്. ഏകാധിപത്യ ഭരണം വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഹിറ്റ്ലർ, മുസോളിനി. സോ ദേ ഓൾ വെർ ദി എക്സാമ്പിൾസ് ഓഫ് ഓട്ടോക്രാറ്റിക് റൂൾ. ദെൻ ലൈക്ക് ഒളിഗാർക്കി സിസ്റ്റം വരുന്നുണ്ട്. ഒളിഗാർക്കി സിസ്റ്റം. സോ ഈ ഒരു ഒളിഗാർക്കി സിസ്റ്റം എന്ന് പറയുന്നത് കറന്റ്ലി ഇറ്റ് ഈസ് നോട്ട് എക്സിസ്റ്റിംഗ് എനിവെയർ. അതായത് ലൈക്ക് ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചേർന്നിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെ വെച്ചുകൊണ്ട് ഭരണം നടത്തുന്നു. സോ അതിനെയാണ് നമ്മൾ ഒളിഗാർക്കി സിസ്റ്റം എന്ന് പറയുന്നത്. സോ പണ്ട് നമുക്ക് ഉണ്ടായിരുന്ന ലൈക്ക് മഹാജനപദകളിലെ പല മഹാജനപദകളും ഒളിഗാർക്കി സിസ്റ്റം ആയിരുന്നു. ഓക്കെ, സോ അങ്ങനത്തെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോ പൂർ ആയിട്ടുള്ളതുണ്ട്. ഓക്കെ, അതുപോലെ ലൈക്ക് ക്യാപിറ്റലിസ്റ്റ് ഗവൺമെന്റ് ഉണ്ട്, സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് ഉണ്ട്. ഇപ്പൊ ചൈനയുടെ കേസിൽ വരുന്ന സമയത്ത് സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് ആണ്. ദെൻ ലൈക്ക് കമ്മ്യൂണിസ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റ് ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റ് ഉണ്ട്.
ഇതൊക്കെ ലൈക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നേച്ചർ ആണ്. ഈ ഓരോ നേച്ചറിലുള്ള ഓരോ സ്വഭാവമുള്ള ഗവൺമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഗവൺമെന്റിന്റെ സ്വഭാവം ഇറ്റ് മേ ബി ലൈക്ക് സെക്യുലർ ആയിരിക്കാം, മതേതരത്വം അപ്ഹോൾഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗവൺമെന്റ് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇന്ത്യ. ദെൻ തിയോക്രാറ്റിക് ഉണ്ട്. തിയോക്രാറ്റിക് മീൻസ് ഒരു മതത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് ഭരണം നടത്തുന്ന ഗവൺമെന്റ്. സോ എക്സാമ്പിൾ ഇസ് ലൈക്ക് പാകിസ്ഥാൻ, ഓക്കെ, ആൻഡ് ലൈക്ക് ഡിഫറെന്റ് ഗൾഫ് കൺട്രീസ് ആൻഡ് ലൈക്ക് വത്തിക്കാൻ. സോ ദിസ് ആർ ലൈക്ക് തിയോക്രാറ്റിക്. അപ്പം അങ്ങനെയുള്ള കൺട്രീസും ഉണ്ട് ബേസ്ഡ് അപ്പോൺ ദ നേച്ചർ. അപ്പം അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ഗവൺമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ അടുത്തത് ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ്. ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റിൽ പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ച് വെക്കേണ്ടത് 3 ഓർഗൻസിനെ കുറിച്ചിട്ടാണ്. അതായത് ഗവൺമെന്റ് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ഇറ്റ് കംപ്രൈസസ് മെയിൻലി ഓഫ് 3 തിങ്സ്. ഫസ്റ്റ് വൺ ഇസ് ലെജിസ്ലേച്ചർ ആൻഡ് ദ സെക്കൻഡ് ഇസ് judiciary and the next is executive. Okay, executive. So ഇതാണ് 3 ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇനി ഇതല്ലാതെ നമ്മൾ ചിലപ്പോൾ മീഡിയനെ 4th പില്ലർ ഓഫ് ദി ഗവൺമെന്റ് അല്ലെങ്കിൽ 4th പില്ലർ ഓഫ് ദി ഡെമോക്രസി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ബട്ട് ബേസിക്കലി യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് 3: ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ. ഇവരുടെ റെസ്പോൺസിബിലിറ്റിയും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ ലെജിസ്ലേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ മേക്കിംഗ് ദ ലോ. ലോ മേക്കിംഗ് ബോഡിയാണ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. എക്സിക്യൂട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോസ് ഇംപ്ലിമെന്റിംഗ് ദോസ് ലോസ്. ഇംപ്ലിമെന്റിംഗ് ലോസ്, അതാണ് എക്സിക്യൂട്ടീവ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി വെൻ ഇറ്റ് കംസ് ടു ജുഡീഷ്യറി, ജുഡീഷ്യറിയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഇഫ് ദർ ഇസ് ലൈക്ക് എനി കൈൻഡ് ഓഫ് ബ്രേക്കിംഗ് ഓർ എനിവൺ ഇസ് ലൈക്ക് ആക്ടിങ് അഗെയിൻസ്റ്റ് ലോ, then judiciary intervenes. അതായത് ലോ പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ആ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ അക്കോർഡിംഗ്ലി ആ ലോ ഫങ്ഷൻ ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുന്നത് ജുഡീഷ്യറിയാണ്. ആരെങ്കിലും നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ he will be subject to judiciary or like judicial justice. He will be convicted under the justice system. അത്തരത്തില് അതിന്റെ സ്മൂത്ത് ഫങ്ഷനിങ് അത് നടപ്പാക്കുന്നത് ജുഡീഷ്യറിയാണ്. ഇപ്പൊ നിയമ നിർമ്മാണം വരുന്നുണ്ട്, അത് ലൈക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, അത് ഓവറോൾ അത് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ആരെങ്കിലും നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ നൽകുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ 3 വിങ്സിന്റെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ദിസ് ആർ ദ 3 വിങ്സ് ഓർ ദി 3 ഓർഗൻസ് ഓഫ് ദി ഗവൺമെന്റ്. അപ്പൊ ഈ 3 ഓർഗൻസിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ പറയുന്ന സമയത്ത് we will be going through this in detail. Okay, ഇനി ഇതിന്റെ ഓരോന്നിന്റെയും ഡിഫറെന്റ് കമ്പോണൻസ്, ഫങ്ഷൻസ് ലൈക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എക്സെട്ര, അതൊക്കെ നിങ്ങൾ പൊളിറ്റി കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ട് പഠിക്കുന്ന സമയത്ത് you will study. Then the next is like the structure of the government, how the government is being constituted. Sometimes there may be like a direct democracy or indirect democracy. Okay, direct democracy or indirect democracy. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ കേസിൽ ഒരു ബില്ല് പാസ്സാക്കുന്നത് MP-മാർ ചേർന്നിട്ടാണ്. MP-മാർ വോട്ട് ചെയ്യും, അവരുടെ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ബില്ലാവും. ബട്ട് ദർ ആർ സർട്ടൈൻ കൺട്രീസ്, അവിടെ ഒരു ബില്ല് എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പോലെ തന്നെയാണ്. ഒരു പ്രധാനപ്പെട്ട ബില്ല് വരുന്നുണ്ടെങ്കിൽ ജനങ്ങൾ എല്ലാവരും അതിന് വോട്ട് ചെയ്യും. അപ്പൊ ജനങ്ങളുടെ വോട്ടിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ബില്ല് നിയമമായിട്ട് മാറുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ദാറ്റ് വി കോൾ ആസ് എ ഡയറക്റ്റ് ഡെമോക്രസി. ഇപ്പൊ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയും. ഇനി അങ്ങനെ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ഡെമോക്രസി. അതാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഈ ഒരു 2 കാര്യം ഇതിന്റെ കൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാം. ഇനി അതേപോലെ തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലൈക്ക് ഏതെങ്കിലും ഒരാളെ ഗവൺമെന്റിൽ നിന്ന് നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് തന്നെ വിചാരിക്കണം. അങ്ങനത്തെ ഒരു സിസ്റ്റം ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ലൈക്ക് ഗവൺമെന്റിനെ താഴെ ഇറക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യണം, ഗവൺമെന്റിന് മെജോറിറ്റി നഷ്ടപ്പെടണം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് തന്നെ എന്ത് ചെയ്യണം, ഡിസോൾവ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ എന്ത് ചെയ്യണം, ഞങ്ങൾ രാജിവെച്ച് പുറത്ത് പോവാന്ന് പറയണം. ബട്ട് ചില രാജ്യങ്ങളിൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യാം, വോട്ട് ചെയ്യാം. ജനങ്ങൾക്ക് വോട്ട് ചെയ്തിട്ട് ഈ ഗവൺമെന്റ് ശരിയല്ല, ഇത് താഴെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് വോട്ട് ചെയ്യാം. അങ്ങനെ ഭൂരിപക്ഷം ജനങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗവൺമെന്റ് പുറത്ത് പോകേണ്ടവരും. അപ്പം അതും ഡയറക്റ്റ് ഡെമോക്രസിയുടെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളും എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഡെമോക്രസി ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി ആയിട്ട് ഓർത്ത് വെക്കാം.
ഇനി ചില രാജ്യങ്ങളിൽ ഇപ്പൊ ലൈക്ക് ഒരു വലിയ രാജ്യമുണ്ട്. അപ്പൊ ഈ രാജ്യം ഭരിക്കുന്നതിന്റെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തിനെ പല പ്രൊവിൻസസ് അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളായിട്ട് ഇതുപോലെ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യം ഒരു രാജ്യമാണ്, ആ രാജ്യം ഡിഫറെന്റ് സ്റ്റേറ്റുകളായിട്ട് മാറുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഭരണം നടത്തുന്നുണ്ട്. അപ്പൊ ഇവിടെ ആദ്യം സംഭവിക്കുന്നത് ഫസ്റ്റ് ഉണ്ടാകുന്നത് യൂണിയൻ ആണ്. ഫസ്റ്റ് ലൈക്ക് രാജ്യം ഉണ്ടാകുന്നു, ആ രാജ്യം സ്റ്റേറ്റ് ആയിട്ട് മാറിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ട് ആ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഭരണ സംവിധാനം മുന്നോട്ടേക്ക് പോകുന്നത്. സോ ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ കേസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യം യൂണിയൻ ഓഫ് ഇന്ത്യ ഇസ് ഫോമിങ്. ആ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു, ഡിഫറെന്റ് സ്റ്റേറ്റ്സിനെ റീഓർഗനൈസ് ചെയ്തു. ഓക്കെ, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വരുന്നു. അക്കോർഡിംഗ്ലി ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ആർ ബീങ് ഫോംഡ്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റൂൾ ചെയ്യുന്നുണ്ട്. ഇത്തരത്തില് ഒരു യൂണിയൻ സ്റ്റേറ്റ് ആയിട്ട് മാറിയിട്ട് ഭരണം നടത്തുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ യൂണിയൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഓർ ലൈക്ക് സെൻട്രലൈസ്ഡ് സിസ്റ്റം, യൂണിയൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് നേരെ മറിച്ചിട്ട് ഒരുപാട് സ്റ്റേറ്റുകളുണ്ട്, നിയർ ബൈ ആയിട്ടുള്ള ഒരുപാട് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സ്റ്റേറ്റുകളുണ്ട്, അല്ലെങ്കിൽ ലൈക്ക് ഒരുപാട് പ്രദേശങ്ങൾ. ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു രാജ്യമായിട്ട് മാറുകയാണ്. ഓക്കെ, ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു രാജ്യമായിട്ട് മാറുകയാണ്. അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താണ്, ഡിഫറെന്റ് സ്റ്റേറ്റ്സ് കമ്മിങ് ടുഗദർ ടു ഫോം എ നേഷൻ ഓർ എ കൺട്രി. സോ ഇറ്റ്സ് ലൈക്ക് എ യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റ് ഓർ ലൈക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, സോ അതിനൊരു എക്സാമ്പിൾ ആണ് USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. സോ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ആർ യുണൈറ്റിംഗ് ടു ഫോം വൺ കൺട്രി ആൻഡ് ദ എക്സാമ്പിൾ ഇസ് USA. സോ ഇവിടെ സ്റ്റേറ്റ്സ് ആർ ലൈക്ക് കമ്മിങ് ടുഗദർ ടു ഫോം. സോ സ്റ്റേറ്റ്സ് ആർ ലൈക്ക് മോർ പവർഫുൾ, സ്റ്റേറ്റ്സ് ആർ ലൈക്ക് ഇൻഡിസ്ട്രക്റ്റബിൾ. ഇതിനെയാണ് നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇസ് സ്ട്രോങ്ങർ or the state government is indestructible compared to the union government. So such a government is called federal system of government, or such a functioning of the government is called a federalism. അപ്പം ഇതും സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഫെഡറലിസം വേഴ്സസ് യൂണിയൻ. ദെൻ അടുത്ത ഒരു കാര്യം നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിച്ചു വെക്കേണ്ടത് ഡിഫറെന്റ് സ്ട്രക്ചറിങ് ഓഫ് ദി ഗവൺമെന്റ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഫോർ എക്സാമ്പിൾ ലൈക്ക് നമുക്ക് യൂണിയൻ ലെവലില്, ഓക്കെ, യൂണിയൻ ലെവലില് നമുക്ക് എന്തുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് വരുന്നുണ്ട്. അത് സെൻട്രൽ ലെവലില് സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് വരുന്നുണ്ട്. ദെൻ സംസ്ഥാനങ്ങളിലേക്ക് വരുന്ന സമയത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് വരുന്നുണ്ട്. ദെൻ അതല്ലാതെ അതിനും താഴത്തേക്ക് വരുന്ന സമയത്ത് ഒരു ജില്ലയിലേക്ക്, ഒരു ഡിസ്ട്രിക്റ്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഉണ്ടായിരിക്കും. ഇനി അതിനും താഴത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടായിരിക്കും. ഇനി ഓരോ വില്ലേജ് ലെവലിലേക്ക് വരുന്ന സമയത്ത് അവിടെ പഞ്ചായത്തുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ബേസിക്കലി ഒരു 3 ടയർ സിസ്റ്റം കാണാം. സെൻട്രൽ ഗവൺമെന്റ് വരുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് വരുന്നുണ്ട്, ദെൻ ഇതിനെ എല്ലാത്തിനെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ലോക്കൽ ബോഡീസ് എന്ന് പറയാം. ഓക്കെ, ലോക്കൽ ബോഡീസ്, ഒരു ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ അതിന് താഴത്തേക്ക് വരുന്ന ഏരിയ മാനേജ് ചെയ്യുന്ന എല്ലാത്തിനെയും കൂടെ കോമൺ ആയിട്ട് നമുക്ക് ലോക്കൽ ബോഡീസ് എന്ന് പറയാം. അപ്പൊ ഒരു 3 ടയർ സിസ്റ്റം ആണ്. സെൻട്രൽ ഗവൺമെന്റ് വരുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് വരുന്നുണ്ട്, ലോക്കൽ ബോഡീസ് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു 3 ടയർ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ദാറ്റ്സ് ഓൾസോ ദ സ്ട്രക്ചർ ഓഫ് ദി ഗവൺമെന്റ്. ഇനി അതേ ഒരു 3 ടയർ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു ലോക്കൽ ബോഡിയുടെ കേസ് എടുക്കുമ്പോൾ വീണ്ടും അതേ 3 ടയർ സിസ്റ്റം കാണാൻ പറ്റും. ഏറ്റവും താഴെ പഞ്ചായത്തുകളാണ്. അത്തരത്തിലൊരു ലൈക്ക് ഒരു 6 മുതൽ 10 പഞ്ചായത്തുകൾ ഒരുമിച്ച് ചേരുമ്പോൾ ഒരു ബ്ലോക്ക് ആയിട്ട് മാറും. അങ്ങനെ ഒരു ജില്ലയിലുള്ള 6-7 ബ്ലോക്കുകൾ ഒരുമിച്ച്, ചിലപ്പോൾ ലൈക്ക് 10ഓളം ബ്ലോക്കുകളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഡിഫറെന്റ് ബ്ലോക്കുകൾ ഒരുമിച്ച് ചേരുന്ന സമയത്ത് ഒരു ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ലൈക്ക് ഒരു ഡിസ്ട്രിക്ട് പഞ്ചായത്തായിട്ട് മാറും. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഗവൺമെന്റിന്റെ ഫംഗ്ഷനിങ്ങിനെ സ്ട്രക്ചർ ചെയ്യാറുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ആൾസോ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഗവൺമെന്റ് എന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞു വെക്കേണ്ടത്. ഒന്ന് ടൈപ്സ് ഓഫ് ഗവൺമെന്റ്, രണ്ടാമത്തത് നേച്ചർ ഓഫ് ദി ഗവൺമെന്റ്, മൂന്നാമത്തത് ഓർഗൻസ് ഓഫ് ദി ഗവൺമെന്റ്, നാലാമത്തത് സ്ട്രക്ചർ ഓഫ് ദി ഗവൺമെന്റ്. സോ ഗവൺമെന്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇനി ഈ ഗവൺമെന്റ് ലൈക്ക് ഒരു ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫോംഡ് അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ അതർ തിങ് ഇസ് ദാറ്റ് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. ഈ ഗവൺമെന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇനാക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദർ എക്സിസ്റ്റ് ദിസ് കൈൻഡ് ഓഫ് എ റിലേഷൻ. ഗവൺമെന്റ് forms or like government enact constitution, and the constitution, according to the constitution, government is being formed.
ഗവൺമെന്റ് ഇസ് ബീങ് ഫോംഡ്. സോ ഈ ഒരു റിലേഷൻ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ഡയഗ്രാംസ് ഒക്കെ നിങ്ങൾ മെയിൻസ് ആൻസർ റൈറ്റിംഗിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ വാല്യൂ അഡീഷൻ. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാര്യം ഡെപ്പിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബിക്കോസ് ദ ഗവൺമെന്റ് ക്യാൻ മേക്ക് ചേഞ്ചസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അക്കോർഡിംഗ്ലി വെൻ ദ നെക്സ്റ്റ് ഗവൺമെന്റ് ഇസ് ബീങ് ഫോംഡ് ദർ വിൽ ബി ചേഞ്ചസ്. ഇപ്പൊ ആദ്യ കാലങ്ങളിൽ 1950 നമ്മൾ നോക്കുന്ന സമയത്ത് ദർ വർ നോ സ്റ്റേറ്റ്സ്. പക്ഷെ 1956 ഫസൽ അലി കമ്മീഷന് ശേഷം സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ നടക്കുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അതോടുകൂടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി, സ്റ്റേറ്റ് ഗവൺമെന്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേഞ്ച് വരുത്തി. സോ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ആയതോട് കൂടിയിട്ട് ഗവൺമെന്റ് ചേഞ്ച് ആയി. സോ ദാറ്റ്സ് ദ സൈക്ലിക് റിലേഷൻ എക്സിസ്റ്റിംഗ് ഹിയർ. ദാറ്റ് ആൾസോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഗവൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. സോ ഇവിടെ വാട്ട് ഇസ് ദ ഗവൺമെന്റ് എന്നത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദർ മെൻഷൻസ് അബൌട്ട് ലൈക്ക് മൊണാർക്കീസ് ആൻഡ് ഡെമോക്രസീസ്. സോ മൊണാർക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ മോണോ ആർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ റൂളർ ആണ്. മോണോ മീൻസ് ഒരു സിംഗിൾ പേഴ്സൺ. ഓക്കെ, ആൻഡ് ഹിയർ ദേ ലൈക്ക് tells about the different functions of the government. So why the government? So what are the different functions of the government? So basically നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഗവൺമെന്റിന്റെ ടോട്ടൽ ഫങ്ഷനിങ് എന്ന് പറയുന്നത് ടു അപ്ഹോൾഡ് ദ ഫണ്ടമെന്റൽ ലോ ഓഫ് ദി ലാൻഡ്. ഫണ്ടമെന്റൽ ലോ ഓഫ് ദി ലാൻഡ് എന്ത് ചെയ്യണം, അപ്ഹോൾഡ് ചെയ്യണം. ആൻഡ് ടു എൻഷുർ ദാറ്റ് ദ സിസ്റ്റം ഓർ ദി അഡ്മിനിസ്ട്രേഷൻ ഇസ് വർക്കിംഗ് അക്കോർഡിംഗ് ടു ദിസ് ഫണ്ടമെന്റൽ ലോ ഓഫ് ദി ലാൻഡ്. സോ ഇതും എന്താണ്, ഗവൺമെന്റിന്റെ ഒരു ഫംഗ്ഷനിൽ വരുന്നതാണ്. ദെൻ അടുത്തതാണ് എന്ത്, റിസോഴ്സ് റീഡിസ്ട്രിബ്യൂഷൻ. റീഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലൈക്ക് റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, അവരുടെ അടുത്ത് നിന്ന് ഗവൺമെന്റ് എന്ത് ചെയ്യും, ടാക്സ് കളക്ട് ചെയ്യും. ആ കളക്ട് ചെയ്ത ടാക്സ് എന്ത് ചെയ്യും, പൂർ ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലൈക്ക് സബ്സിഡി ആയിട്ട് അല്ലെങ്കിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇങ്ങനെ ഡിഫറെന്റ് രൂപത്തിലേക്ക് എന്ത് ചെയ്യും, ഈ കളക്ട് ചെയ്ത ടാക്സ് പാവപ്പെട്ട ജനങ്ങളിലേക്ക് തന്നെ വീണ്ടും ഗവൺമെന്റ് എന്ത് ചെയ്യും, തിരിച്ചു കൊടുക്കും. ഓക്കെ, അത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിസോഴ്സ് റീഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ പുവർ ആൻഡ് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പുവർ ആൻഡ് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ആർട്ടിക്കിൾ 39A. സോ ഈ ആർട്ടിക്കിൾ 39A ഇറ്റ് കംസ് അണ്ടർ ദി DPSP അണ്ടറിൽ വരുന്നതാണ്. സോ ആർട്ടിക്കിൾ 39A പ്രകാരം ഫ്രീ ലീഗൽ എയ്ഡ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വൺ പേഴ്സൺ ക്യാൻ ഗെറ്റ് ഫ്രീ ലീഗൽ എയ്ഡ് ഇഫ് ഹി ഈസ് പുവർ. പുവർ ആയിട്ടുള്ള ഒരാൾക്ക് ഫ്രീ ലീഗൽ എയ്ഡ് എന്ത് ചെയ്യാം, എടുക്കാം. സോ വൈ ദിസ്, all this is because of, hello sir, free legal aid എന്ന് പറയുന്നത്. okay, I am going to explain it. അപ്പോൾ why this is, because നമുക്കറിയാം ലീഗൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ്, അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആണ്. ഇപ്പൊ നമുക്കൊരു വക്കീലിനെ വെക്കുക എന്നൊക്കെ പറയുന്നത് പെർ സിറ്റിംഗ് വക്കീലിന് എന്ത് ചെയ്യണം, പണം കൊടുക്കണം കോടതിയിൽ വാദിക്കാൻ. അപ്പൊ അങ്ങനെ പണം കൊടുക്കാൻ പറ്റാത്ത പൂർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് എന്ത് കിട്ടും, ഫ്രീ ആയിട്ട് വക്കീലിനെ കോടതി തന്നെ അപ്പോയിന്റ് ചെയ്യും. പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് വിൽ ബി ദിയർ. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും, അവർക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് വക്കീലിനെ അറേഞ്ച് ചെയ്യും. അതിപ്പോ ലൈക്ക് ആരായാലും, ഈവൻ അജ്മൽ കസബിന് വേണ്ടിയിട്ട് ഒരു വക്കീലും വാദിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും ഗവൺമെന്റ് അയാൾക്ക് വേണ്ടിയിട്ട് ഒരു വക്കീലിനെ എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്യും, ഈവൻ ഇഫ് ഹീസ് എ ടെററിസ്റ്റ്. അപ്പൊ അതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ടു പ്രൊട്ടക്ട് ദ പുവർ ആൻഡ് ദ മാർജിനലൈസ്ഡ്. ഓക്കെ, എന്ത് തരത്തിലുള്ള കേസാണെങ്കിലും അങ്ങനെ കൊടുക്കും ഗവൺമെന്റ്. എവറി കേസ് ഇറ്റ് ഷുഡ് ബി ദേർ. അവിടെ ഒരു ഗവൺമെന്റ് ലൈക്ക് ഒരു ഓപ്പോസിറ്റ് ഒരു വക്കീൽ ഉണ്ടായിരിക്കണം. സോ ഇറ്റ് ഇസ് ദേർ. ഓക്കെ, അതായത് ഒരാൾക്ക് അയാളുടെ സൈഡും കൂടെ പറയാൻ വേണ്ടിയിട്ട് പറ്റണം. ഒരു സൈഡ് മാത്രം കേട്ടുകൊണ്ട് വിധി പുറപ്പെടുവിക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് ജസ്റ്റിസ്. സോ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസിൽ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ രണ്ട് സൈഡും എന്ത് ചെയ്യണം, കേട്ടിട്ടായിരിക്കണം നമ്മൾ ജസ്റ്റിസ് അല്ലെങ്കിൽ വിധി പുറപ്പെടുവിക്കേണ്ടത്. അപ്പൊ രണ്ടാമത്തെ സൈഡ് കേൾക്കണമെങ്കിൽ അവിടെ ഒരു വക്കീൽ ഉണ്ടായിരിക്കണം. സോ ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കുറച്ചുകൂടെ പൊളിറ്റി പഠിക്കുന്ന സമയത്ത് പഠിക്കും. അപ്പൊ അതിന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അവർക്കും ഒരു വക്കീലിനെ കൊടുക്കുന്നത്. ഓക്കെ,
അപ്പൊ ഇങ്ങനെ സ്വന്തമായിട്ട് വാദിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ അതെന്താ? ആ സ്വന്തമായിട്ട് വാദിക്കുകയും ചെയ്യാം. ലൈക്ക് ഒരു വക്കീലിനെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ അപ്പം അദ്ദേഹത്തിന് തന്നെ ഒരു ലീഗൽ നോളജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇഫ് ദ കോർട്ട് ഇസ് പെർമിറ്റിംഗ്, കോടതി അംഗീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, വാദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ദാറ്റ്സ് ആൾസോ ദിയർ. ദെൻ അടുത്തത് ഗവൺമെന്റിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടേക്ക് നോക്കുന്ന സമയത്ത് ദ ഗവൺമെന്റ് ഫിക്സസ് ദ പ്രൈസ് ഓഫ് ദി ഒനിയൻ, സീസ് നോ ഷോർട്ടേജ് ഇൻ ദ മാർക്കറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് സിസ്റ്റം അല്ലെങ്കിൽ മാർക്കറ്റ് എക്കണോമിയെ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്ന് ഇപ്പൊ സാധനങ്ങൾക്കൊക്കെ വില കൂടി കഴിഞ്ഞാൽ, ആളുകളൊക്കെ തോന്നിയ പോലെ വില കൂട്ടി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു സാഹചര്യം വരും. സോ ടു എൻഷുർ എ ലൈവ്ലിഹുഡ്, ഒരു ലൈവ്ലിഹുഡ് ജനങ്ങൾക്ക് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രഡിക്റ്റബിലിറ്റി ഇൻ ദി മാർക്കറ്റ്, ജനങ്ങൾക്ക് മാർക്കറ്റ് സിസ്റ്റത്തിൽ ഒരു വിശ്വാസം, ഒരു ഫെയ്ത്ത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, ഒരുപാട് ഡെപ്തിലേക്ക് പോകണ്ട, ജസ്റ്റ് പെരിഫറൽ ആയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യും. ഓക്കെ, ഓക്കെ. ദെൻ ഡിഫറെന്റ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ ഫംഗ്ഷൻസിനെ കുറിച്ചിട്ടൊക്കെ ഇവിടെ പറയുന്നുണ്ട്. like health facilities and protecting the citizens from the natural disasters like the tsunami, earthquake, etc. Okay, so അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ ഗവൺമെന്റിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. Then if there is a dispute or if someone has committed a crime, you find people in the court. അപ്പം ഇവിടെ എക്സിക്യൂട്ടീവ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇവിടെ സുപ്രീം കോടതിയെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ഫൈനലി ദേ ആർ ആസ്കിംഗ് ടു റൈറ്റ് അബൌട്ട് ദ 3 organs ഓഫ് ദ ഗവൺമെന്റ്. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് ഇറ്റ്. അടുത്തതാണ് ലെവൽസ് ഓഫ് ദി ഗവൺമെന്റ്. അത് സ്ട്രക്ചർ ഓഫ് ദി ഗവൺമെന്റിൽ നമ്മളിപ്പോൾ പഠിച്ച അതേ കാര്യം തന്നെയാണ് ലെവൽസ് ഓഫ് ദി ഗവൺമെന്റ് എന്നതിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പൊ ജസ്റ്റ് ഈ ഒരു മാപ്പ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആസ് പെർ ദ ന്യൂ മാപ്പ് ഇവിടെ ലഡാക്ക് നിൽക്കുന്നുണ്ട്, ദെൻ JNK വരുന്നുണ്ട്, ദെൻ ദി റെസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് ആർ ദിയർ. ഓക്കെ, തെലങ്കാന ഇസ് ദിയർ, ആന്ധ്രാപ്രദേശ് ഇസ് ദിയർ. സോ ടോട്ടൽ there are different states. Okay, then Madhya Pradesh, Gujarat, all the states are there. ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, രാജ്യസഭയിലേക്കുള്ള മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്നത്. ലോക്സഭ, ഇപ്പൊ നമ്മുടെ പാർലമെന്റിന് മെയിൻ ആയിട്ട് രണ്ട് സഭകളാണുള്ളത്. ഒന്ന് രാജ്യസഭ, രണ്ടാമത്തത് ലോക്സഭ. ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ് ആയിരിക്കും രാജ്യസഭയിൽ നിന്ന് ഉണ്ടാവുന്നത്. അത് എലക്ട് ചെയ്യുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ MLA-മാരായിരിക്കും. ഇനി അടുത്തത് ലോകസഭയാണ്. ലോകസഭയിലേക്കുള്ള ആൾക്കാരെ അതാത് സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഹിയർ ഇറ്റ് ഇസ് പീപ്പിൾ. അതുകൊണ്ട് തന്നെ ലോകസഭയിലെ ജനങ്ങൾ അല്ലെങ്കിൽ ലോക്സഭ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡയറക്റ്റ് റിഫ്ലക്ഷൻ ഓഫ് ദ പീപ്പിൾ. സോ അതുകൊണ്ട് തന്നെ ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നതും കൂടി ഉണ്ട്. ഇത് ഹൗസ് ഓഫ് സ്റ്റേറ്റ് ആണ്. കാരണം ഓരോ സംസ്ഥാനത്തെയും MLA-മാരാണ് എന്ത് ചെയ്യുന്നത്, രാജ്യസഭയിലെ MP-മാരെ എലക്ട് ചെയ്യുന്നത്. ഈ ഒരു രണ്ട് കാര്യം പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. ഓക്കെ, സോ ജസ്റ്റ് റിമെമ്പർ ഇറ്റ്. ഇതിനടുത്തത് ലോസ് ആൻഡ് ദി ഗവൺമെന്റ്. ഇപ്പൊ ഗവൺമെന്റിനെ നമ്മുടെ സൊസൈറ്റിയെ അക്കോർഡിംഗ്ലി ഒരു പ്രോഗ്രസീവ് ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് എല്ലാ ജനങ്ങളും വി ആർ എക്സ്പെക്റ്റഡ് ടു വർക്ക് ഇൻ എ സർട്ടൈൻ മാനർ. ഇപ്പൊ റോഡിലൂടെ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരാൾ വലതു ഭാഗത്തൂടെ പോവാണ്, മറ്റേ ആൾ നടുക്കൂടെ വരുന്ന, വേറൊരാൾ ഇടതു ഭാഗത്തൂടെ പോകുന്നു. അതേ സമയത്ത് ഇവിടുന്ന് ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പോസിറ്റ് ഇങ്ങോട്ടേക്കും വരുന്നു. സോ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ഖയാസ്. ഓക്കെ, ഒരു ഖയാസ് ആയിരിക്കും അത് സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദിസ്, ഒരു പ്രോപ്പർ വേയിൽ, ഒരു സിസ്റ്റമാറ്റിക് വേയിൽ നമ്മുടെ ഈ ഒരു ജനങ്ങൾ ബിഹേവ് ചെയ്യുന്നു എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇനാക്ട് ചെയ്യുന്നതാണ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവരുന്ന സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ ദ കോഡഡ് ഡയറക്റ്റീവ്സ്, കോഡ് ചെയ്ത് അല്ലെങ്കിൽ എഴുതി വെക്കപ്പെട്ട ഡയറക്റ്റീവ്സ് ആണ് ലോസ് എന്ന് പറയുന്നത്. സോ ദ ഗവൺമെന്റ് ഇസ് ഇനാക്ടിങ് ലോസ്. ഗവൺമെന്റ് ഇസ് ഇനാക്ടിങ് ലോസ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
to ensure the society is working in the desired way. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ വേയിൽ സൊസൈറ്റി വർക്ക് ചെയ്യുന്നു എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ എന്ത് ചെയ്യുന്നത്, പാസ്സാക്കുന്നത്. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, so there is a law that says that all persons driving a motor vehicle must have a license. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? in order to ensure that the society is working in a predictable way. ഒരു predictable ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് വേയിലാണ് സൊസൈറ്റി വർക്ക് ചെയ്യുന്നത് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കൊണ്ടുവരുന്നത്. Then there are like different forms of monarchy, like different forms of government നെ കുറിച്ച് പറയുന്നുണ്ട്. like monarchy is there, like king and queen will be there. So ക്യൂവിന്റെ കേസ് വരുന്ന സമയത്ത്, for example like UK ലേക്ക് വരുന്ന സമയത്ത് there is queen instead of king, there is queen. So that is also a form of monarchy. Okay, so this is like different types of government are there. Just read this. Okay, നമ്മൾ ഈ ഓരോ കാര്യങ്ങളും ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. Just read it. Then democratic government. Even democratic government തന്നെ different types of governments ഉണ്ട്. നമ്മൾ പറഞ്ഞു like direct and indirect ഉണ്ട്. Then like ഇതിൽ parliamentary system വരുന്നുണ്ട്. parliamentary system തന്നെ president and സെമി പ്രസിഡൻഷ്യൽ, അതുപോലെ ലൈക്ക് പാർലമെന്ററി സിസ്റ്റം, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ജസ്റ്റ് റീഡ് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അതിൽ മേജർ ആയിട്ട് വരുന്നുണ്ട്. ദെൻ വോട്ടിംഗ് റൈറ്റ്സ് ഫോർ ദി വുമൺ. ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് എൻഷുർ ഇക്വാലിറ്റി. എല്ലാ ജനങ്ങൾക്കും ഒരേ സമത്വത്തോട് കൂടിയിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് ഉറപ്പാക്കണം. ഇപ്പൊ പല രാജ്യങ്ങളിലും ഇനീഷ്യലി വുമൻസിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരുന്നില്ല. ബട്ട് India is like one such country which enacted voting rights from its early times, from the beginning itself. അപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം രൂപം കൊണ്ട ആ സമയം മുതൽ തന്നെ ഇറ്റ് വാസ് അഡൾട്ട് സഫ്രേജ് ഓർ അഡൾട്ട് ഫ്രാഞ്ചൈസ്. ഓക്കെ, അഡൾട്ട് സഫ്രേജ് ഓർ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സിൽ കൂടുതലായ ഏതൊരാൾക്കും, അയാൾ ആണോ പെണ്ണോ ഏതെങ്കിലും പ്രദേശത്ത് ജീവിക്കുന്ന ആളോ അതല്ലെങ്കിൽ ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ആളോ ആയിക്കോട്ടെ, ഇഫ് ഹി ഈസ് ആൻ ഇന്ത്യൻ, he is having voting right irrespective of the gender, caste, religion, etc., or place of residence, whatever it may be. So he is having the voting right, adult suffrage or adult franchise എന്ന് നമ്മൾ പറയും. So India is like one of the few countries that offered something like this from its early times. Okay, സോ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ റീഡ് ചെയ്യാം. ആ ഒരു കൺസെപ്റ്റ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. And here it talks about Young India, which is a journal that is published by Gandhi. Okay. Then ഇവിടെ ലൈക്ക് ഗാന്ധിജി ജസ്റ്റ് ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് I cannot possibly bear the idea that a man who has got the wealth should have the vote, but a man who has got character but no wealth or literacy should have no vote. അപ്പൊ ഈ ഒരു സിസ്റ്റം ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടിൽ 1935 ഇന്ത്യയിൽ ഈ പറയുന്ന ഒരു അഡൾട്ട് സാഫ്രേജ് ഉണ്ടായിരുന്നില്ല. നോട്ട് ജസ്റ്റ് 1935, 1947 itself. കാരണം ഞാൻ 1935 എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അടിസ്ഥാനമാക്കിയിട്ടാണ്. നിങ്ങൾ പൊളിറ്റിയിൽ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് പഠിക്കും എന്തുകൊണ്ട് ഞാൻ 1935 എടുത്തു എന്നുള്ളത് നിങ്ങൾ പഠിക്കും. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പ്രീ ഇൻഡിപെൻഡൻസ് സമയത്ത് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു വോട്ടിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. പകരം ടാക്സ് അടയ്ക്കുന്നതിനനുസരിച്ചിട്ടായിരുന്നു. ഒരാൾ ടാക്സ് അടയ്ക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് വോട്ട് എന്നുള്ള അടിസ്ഥാനത്തിലായിരുന്നു. ഇനി ടാക്സ് അടയ്ക്കുന്നത് തന്നെ ഒരു സെർട്ടൈൻ എമൗണ്ടിൽ കൂടുതലായിരിക്കണം. ഇപ്പൊ ലൈക്ക് ഒരു 100 രൂപ ടാക്സ് അടയ്ക്കുന്ന ഒരാൾക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ഇറ്റ് ഷുഡ് ബി ലൈക്ക് 1 lakh ഓർ ലൈക്ക് 2 lakh. ഒരു 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ടാക്സ് അടയ്ക്കുന്ന ഒരാൾക്ക് മാത്രമേ വോട്ടിംഗ് റൈറ്റ് ഉള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള സിസ്റ്റം എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് തനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നാണ് ഗാന്ധിജി അദ്ദേഹത്തിന്റെ ജേർണലായ യങ് ഇന്ത്യയിൽ പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ആൾസോ യു ഹാവ് ടു റിമെമ്പർ. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 ടയർ സിസ്റ്റം, അതിൽ ലോക്കൽ ഗവൺമെന്റിന് വരുന്നുണ്ട്, അതിന് മുകളിലായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് വരുന്നുണ്ട്, അതിന് മുകളിലായിട്ട് സെൻട്രൽ ഗവൺമെന്റ് വരുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു കാര്യം അവിടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, നോക്കി വെക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. Look at the statement in the column. Can you identify which level they belong to?
ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ദ ഡിസിഷൻ ടു ലൊക്കേറ്റ് എ കോമൺ വെൽ ഇൻ എ പെർട്ടിക്കുലർ ഏരിയ ഓഫ് ദി വില്ലേജ്. ഒരു വില്ലേജിലെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരു കിണർ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ലൈക്ക് പ്രൈം മിനിസ്റ്റർ വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതിന് വേണ്ടിയിട്ട് CM വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതിന് ആ പഞ്ചായത്തിലുള്ള ആൾക്കാർ എന്ത് ചെയ്താൽ മതി? ലോക്കൽ ബോഡി തീരുമാനിച്ച് അവരൊരു തീരുമാനം എടുത്താൽ മതി. ദെൻ ഇൻട്രൊഡക്ഷൻ ഓഫ് 2 trains ബിറ്റ്വീൻ ദിബ്രുഗ്ര ആൻഡ് കന്യാകുമാരി. ഇസ് ഇറ്റ് പോസിബിൾ? ലൈക്ക് രണ്ട് സംസ്ഥാനത്താണ് നിലനിൽക്കുന്നത്. അപ്പൊ ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ലൈക്ക് ഞാൻ ഇവിടെ മുതൽ അങ്ങ്, അതായത് ഇപ്പൊ കേരളത്തിലെ CM പറയാണ് ഞാൻ കേരളം മുതൽ ഡൽഹി വരെ ഞാൻ ഒരു റെയിൽവേ ഉണ്ടാക്കാൻ പോവാണ്, അങ്ങനെ പറയാൻ പറ്റുമോ? നോ, ഹി കാൺ. കേരളത്തിലുള്ള കാര്യങ്ങൾ എന്താണോ അത് മാത്രമേ സ്റ്റേറ്റ് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റൂ. സോ ഹി കനോട്ട് ഡു. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് പറയാൻ പറ്റുമോ ഞാൻ ഇതുപോലെ ലൈക്ക് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ റെയിൽവേ ഉണ്ടാക്കുകയാണെന്നോ? നോ, ഹി കാൺ. അപ്പൊ അദ്ദേഹത്തിനും ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. സോ ഇറ്റ് ഷോസ് ദാറ്റ് ദർ ഇസ് എ ഡിവിഷൻ ഓഫ് ദി റെസ്പോൺസിബിലിറ്റി ആൻഡ് ദ ജോബ്സ്. ഓരോ റോളും ആര് ഫങ്ഷൻ ചെയ്യണം അല്ലെങ്കിൽ ആരാണ് അത് ടേക്കപ്പ് ചെയ്ത് നടത്തേണ്ടത് എന്നതിന് കൃത്യമായ ഒരു ഡിവിഷൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യാം നോക്കുക. ദെൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ന്യൂ 1000 rupee നോട്ട്. നമുക്കറിയാം ഇത് നിരോധിച്ചത് ആരാന്നുള്ളത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് വാസ് ഡൺ ബൈ പ്രൈം മിനിസ്റ്റർ. സോ ഒബ്വിയസ്ലി അത് തിരിച്ചു കൊണ്ടുവരണമെങ്കിലും ഇറ്റ് ഷുഡ് ബി ദ പ്രൈം മിനിസ്റ്റർ ഓർ ദ സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, ആ ഒരു കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ബാക്കി കാര്യങ്ങളും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ അടുത്തത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ലെവൽസ് ഓഫ് ഗവൺമെന്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ലെവലാണ് ലോക്കൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ലോക്കൽ ഗവൺമെന്റ്സ് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതും കൂടെ പഠിക്കണം. അതിന്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസും കൂടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കണം. ഇപ്പൊ മേജർ ആയിട്ട് 2 രൂപത്തിലാണ് ലോക്കൽ ഗവൺമെന്റ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് അർബൻ ഏരിയയിലേക്ക് വേണ്ടിയിട്ട്, രണ്ടാമത്തത് റൂറൽ ഏരിയയിലേക്ക് വേണ്ടിയിട്ട്. സോ അർബൻ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് പൊല്യൂഷൻ കൂടുതലാണ്, പോപ്പുലേഷൻ കൂടുതലാണ്. അവിടുത്തെ പോപ്പുലേഷൻ കൂടുതലാണ്. ഒരുപാട് ജനങ്ങളുണ്ട്, ജനസാന്ദ്രത കൂടുതലാണ്. ഒരു നഗരപ്രദേശം, അവിടെ ഒരുപാട് ജനങ്ങൾ കൂടുതലാണ്. അതാണ് ഒരു അർബൻ ഏരിയ എന്ന് പറയുന്നത്. ലൈക്ക് മുംബൈ, കൊൽക്കത്ത, കൊച്ചി, ട്രിവാൻഡ്രം, ഇതൊക്കെ എന്താണ് ഒരു അർബൻ ഏരിയ ആണ്. ബട്ട് റൂറൽ ഏരിയാസ് ജസ്റ്റ് ലൈക്ക് അവർ നിയർ ബൈ ഏരിയ, ഇപ്പൊ നമ്മുടെ ഇതിന് ചുറ്റുമുള്ള ഈ അനന്തൈസ് ഒക്കെ അതിന്റെ ചുറ്റുമുള്ള പ്രദേശം ഇറ്റ്സ് എ റൂറൽ ഏരിയ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എന്താണ് 2 ഡിഫറെന്റ് കൺസെപ്റ്റുകളാണ്. അപ്പൊ ഓരോ പ്രദേശത്തും അക്കോർഡിംഗ്ലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറെന്റ് സിസ്റ്റം ഓഫ് ഗവൺമെന്റ് രൂപം ചെയ്തിട്ടുണ്ട്. അപ്പൊ അർബൻ ഗവൺമെന്റിലേക്ക് വരുന്ന സമയത്ത് നമുക്കുള്ള സിസ്റ്റം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് മുനിസിപ്പൽ കൗൺസിൽ വരുന്നുണ്ട്. ഓക്കെ, ദെൻ മുനിസിപ്പാലിറ്റി വരുന്നുണ്ട്, മുനിസിപ്പൽ കോർപ്പറേഷൻ വരുന്നുണ്ട്, മുനിസിപ്പാലിറ്റി വരുന്നുണ്ട്, ദെൻ ലൈക്ക് നഗരപാലിക എന്ന് പറയുന്ന പോസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ ലൈക്ക് ഇപ്പം മുനിസിപ്പൽ കോർപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ മേയർ വരുന്നുണ്ട്. Okay, so these are like the different kinds of the urban administrative system. Then rural ഏരിയയിലേക്ക് വരുന്ന സമയത്ത് പഞ്ചായത്ത് ഉണ്ട്. Then അടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട്. ഇതൊക്കെ എന്താണ് റൂറൽ ഏരിയയിൽ ഉണ്ടാകുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ യൂണിറ്റ്സ് ആണ്. അപ്പൊ അതും ഈ പറയുന്ന ലോക്കൽ ഗവൺമെന്റ്സ് ആണ്. ഓക്കെ, 2 രീതിയിൽ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. ഇനി നമ്മൾ ഡിഫറെന്റ് ടയേഴ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. ഡിസ്ട്രിക്ട് ലെവൽ, അതുപോലെ തന്നെ ലൈക്ക് ബ്ലോക്ക് ലെവൽ, അതുപോലെ തന്നെ വില്ലേജ് ഓർ ദി പഞ്ചായത്ത് ലെവൽ. ഇപ്പൊ പഞ്ചായത്ത് ഉണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഉണ്ട്. ഇത് നമ്മൾ പഠിച്ചതാണ്. ഇനി ഇതല്ലാതെ സംടൈംസ് ഇവരുടെ ഒക്കെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ ലൈക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫയലുകൾ നോക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു പഞ്ചായത്തിൽ നടക്കേണ്ട ഡിഫറെന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ നോക്കുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ ഒരു ഡിസ്ട്രിക്ട് ലെവലിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ലെവലില് നിയമ സംവിധാനത്തിനെ കുറിച്ചിട്ട് ഇപ്പൊ ലൈക്ക് സുപ്രീം കോടതി ചെയ്യുന്ന അതേ റോള് ബട്ട് അറ്റ് ദ ലോക്കൽ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ് ന്യായ സംഹിതയല്ല, ന്യായ പഞ്ചായത്ത് എന്ന് പറയുന്നത്. ന്യായ സംഹിത എന്ന് പറയുന്നത് ലൈക്ക് നമ്മുടെ IPCക്ക് ശേഷം വരുന്ന പുതിയ റൂൾ സിസ്റ്റം ആണ്. ഓക്കെ, സോ ന്യായ പഞ്ചായത്ത് പണ്ടുണ്ടായിരുന്നത് ഇന്ത്യൻ പീനൽ കോഡ് ആയിരുന്നു. അതിന് പകരം ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ഭാരതീയ ന്യായ സംഹിത വന്നിട്ടുണ്ട്, BNS വന്നിട്ടുണ്ട്. ഓക്കെ, സോ BNSലെ പ്രൊവിഷൻസ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വരും. പൊട്ടിയെടുക്കുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും, പഠിച്ചു വരുന്നതായിരിക്കും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ന്യായ പഞ്ചായത്ത്, അതായത് ഒരു പഞ്ചായത്ത് ലെവലിലുള്ള കാര്യങ്ങൾ അവിടുത്തെ ഈ പറയുന്ന രൂപത്തിലുള്ള ഇപ്പം ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യായ പഞ്ചായത്ത് അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഡിഫറെന്റ് രീതിയിലുള്ള ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇതിനെ കുറിച്ചിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്.
സോ പഞ്ചായത്തി രാജ്, രാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണം എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, പഞ്ചായത്ത് ലെവലിലുള്ള ഭരണം, അതാണ് പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ആളുകൾ ഏതൊക്കെയാന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. അപ്പൊ പഞ്ചായത്തി രാജ് സിസ്റ്റത്തിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ഗ്രാമസഭകളാണ്. അപ്പൊ നമ്മുടെ പ്രദേശത്തൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഗ്രാമസഭകൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇവിടെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയത് മുതൽ തന്നെ ഇത്തരത്തിലുള്ള പഞ്ചായത്തി രാജ് സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ? ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസോ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു യൂണിഫോമിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 73rd ആൻഡ് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടുകളിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു പഞ്ചായത്തി രാജ് സിസ്റ്റം പ്രോപ്പർ ആയിട്ട് ഇന്ത്യയിൽ നടപ്പാക്കുന്നത്. ദാറ്റ് വാസ് ഇൻ 1992. 1992 73rd ആൻഡ് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിലൂടെയാണ് പഞ്ചായത്തി രാജ് സിസ്റ്റം ഓർഗനൈസ്ഡ് ആൻഡ് യൂണിഫോം നേച്ചറിൽ സ്ട്രക്ചേർഡ് ആയിട്ട് വിത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് പഞ്ചായത്തി രാജ് സിസ്റ്റം എന്ന് പറയുന്ന ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാം. അങ്ങനെ ആ സമയത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു കാര്യമാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് അവരുടെ ആവശ്യങ്ങളെ ഡിസ്കസ് ചെയ്തിട്ട് അക്കോർഡിംഗ്ലി പോളിസി മേക്കിംഗ് അല്ലെങ്കിൽ അക്കോർഡിംഗ്ലി അവർക്ക് ലഭിക്കുന്ന ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ തീരുമാനിക്കുന്നത് ഇത്തരത്തിലുള്ള ഗ്രാമസഭകളിലൂടെയാണ്. ഇനി ഗ്രാമസഭയെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 243A ആണ്. ഓക്കെ, 243A ആണ്.